പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഹയർ സെക്കൻഡറി ഫിസിക്സിലെ +2 ഹയർ സെക്കൻഡറി ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള അതിൻ്റെ കുറച്ച് ആദ്യ ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എന്താണ് ഒരു ചാർജ്, വാട്ട് ഈസ് എ ചാർജ്, വാട്ട് ആർ ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്, അതുപോലെ എന്താണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി, എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു കഴിഞ്ഞ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നതാണ് ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ, അല്ലേ? ഒരുപോലെയുള്ള രണ്ട് ചാർജുകൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതായത് പോസിറ്റീവ് റിപ്പൽ ചെയ്യും, നെഗറ്റീവ് റിപ്പൽ ചെയ്യും. അതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളാണെങ്കിലോ അവ തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ റിപ്പൽ ചെയ്യുകയാണെങ്കിലും അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിലും ദർ മസ്റ്റ് ബി എ ഫോഴ്സ്. ഒന്നെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി പ്രതിപാദിക്കുന്ന ഒരു ലോയാണ് കൂളംസ് ലോ. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ കുറിച്ച് വളരെ ആധികാരികമായി പറയുന്ന ഒരു ലോയാണ് ഇത്, കൂളംസ് ലോ. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ SM ഫിസിക്സിൻ്റെ ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ കൂളംസ് ലോ രണ്ട് ചാർജുകളെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. 1785 ഫ്രഞ്ചുകാരനായിട്ടുള്ള സയൻറ്റിസ്റ്റായിട്ടുള്ള കുളംബ് എന്നുള്ള സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ കാലത്തെ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഈ പറയുന്ന കൂളംസ് ലോയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം രണ്ട് ചാർജുകളെ കൺസിഡർ ചെയ്യാണ്, 2 ചാർജസ്. ഈ ചാർജിന് പേര് ഒന്ന് Q1 മറ്റൊന്ന് Q2. കാരണം ചാർജിന് നമ്മൾ Q എന്നുള്ള റെപ്രസെൻറ്റേഷനാണ് കൊടുക്കുക നമുക്കറിയാം. അപ്പോൾ ഒന്നാമത്തെ ചാർജ് Q1, നെക്സ്റ്റ് ചാർജ് Q2. ഈ ചാർജുകൾക്ക് അദ്ദേഹം നൽകിയ പേര് ഇതാണ്. അദ്ദേഹം നൽകിയ പേരാണ് പോയിൻ്റ് ചാർജസ് എന്നാണ് പറഞ്ഞത്. എന്താണ്? പോയിൻ്റ് ചാർജസ്. അപ്പോൾ എന്താണ് ഒരു പോയിൻ്റ് ചാർജ്? ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ദൂരത്തേക്കാൾ ഏതാണ് ഇവിടെ ദൂരം? ഈ ചാർജിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ചാർജിൻ്റെ സെൻറ്ററിലേക്കുള്ള ഈ ദൂരം, ഇതിന് ഞാൻ R എന്ന് അടയാളപ്പെടുത്തി, സ്മോൾ ലെറ്റർ R. ഒരു ചാർജിൽ നിന്ന് മറ്റൊരു ചാർജിൻ്റെ സെൻറ്ററിലേക്കുള്ള ആ ദൂരം ഈ ചാർജിൻ്റെ സൈസിനോട് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ വലുതാണ്. അല്ലെങ്കിൽ ഈ ദൂരത്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ചാർജിൻ്റെ സൈസ് എന്താണ്? വളരെ ചെറുതാണ്. എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ ആ ചാർജിന് പറയുന്ന പേരാണെന്ത്? പോയിൻ്റ് ചാർജ്. അപ്പോൾ രണ്ട് പോയിൻ്റ് ചാർജ്, എങ്ങനത്തെ പോയിൻ്റ് ചാർജ്? സ്റ്റേഷനറി ആയിട്ടുള്ള രണ്ട് പോയിൻ്റ് ചാർജുകളെ കൺസിഡർ ചെയ്യുകയാണ്. എവിടെ അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്? വാക്വത്തിലാണ്, ഫ്രീ സ്പേസിലാണ് ഈ പറയുന്ന പോയിൻ്റ് ചാർജുകളെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ Q1 Q2 തമ്മിലുള്ള ദൂരം എത്രയാണ്? R ആണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ചാർജുകൾ ഒന്നെങ്കിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ഇവ തമ്മിലുള്ള ഫോഴ്സ് ഐദർ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഏതായിക്കോട്ടെ, ദിസ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദി ചാർജസ്. അപ്പോൾ എന്താണ് വരിക? Q1 × Q2, ദാറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജിന് അതെന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. മോറോവർ ദിസ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ചാർജസ്. ഏതാണ് ഈ ചാർജ് തമ്മിലുള്ള ദൂരം? ഇവിടെ R ആണ്. ഈ Rൻ്റെ സ്ക്വയറിന് ഈ ഫോഴ്സ് എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ ഇതുപോലത്തെ ഒരു ലോ നമ്മൾ ഗ്രാവിറ്റേഷനിൽ പഠിച്ചിട്ടുണ്ട്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അതിനും 1/r² എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? Gm1m2 / r². അപ്പോൾ 1/r² വരുന്ന ലോയ്ക്കൊക്കെ ഒരു പ്രത്യേക പേര് പറയും. അതിനാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയാം. ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 × Q2 ആൻഡ് F ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി r². ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ഓർ F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r². എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ രണ്ട് പ്രൊപ്പോർഷണാലിറ്റി റിലേഷനെ, ഇപ്പോൾ ഞാനിവിടെ എഴുതിയ ഈ രണ്ട് പ്രൊപ്പോർഷണാലിറ്റി റിലേഷനെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരൊറ്റ പ്രൊപ്പോർഷണാലിറ്റി റിലേഷനിലേക്ക് എഴുതുകയാണ്. ദാറ്റ് ഈസ് F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 / r². ഇത് രണ്ട് സ്റ്റെപ്പായി എഴുതിയാണ് ഞാൻ ഒറ്റ സ്റ്റെപ്പിലേക്ക് എഴുതി. അപ്പോൾ ഇതൊരു നമുക്ക് ആവശ്യമുള്ളൊരു പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെന്താക്കി മാറ്റണം? നമുക്കിതിനെന്താക്കി മാറ്റണം? ഒരു ഇക്വേഷനാക്കി മാറ്റണം. എങ്ങനെയാണ് ഒരു ഇക്വേഷനാക്കി മാറ്റുക ഒരു പ്രൊപ്പോർഷണാലിറ്റി റിലേഷനെ? ടു മേക്ക് ഇറ്റ് ആൻ ഇക്വേഷൻ വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് എ കോൺസ്റ്റൻറ്റ്. നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ F ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് K × Q1 × Q2 / r². അപ്പോൾ നമ്മളിവിടെ K എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? കോൺസ്റ്റൻറ്റ് ഓഫ്
കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിക്ക് നമ്മൾ പറയുന്ന പേരുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ്. പഠിച്ചു വയ്ക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കൂളം കോൺസ്റ്റന്റ്. കൂളം കോൺസ്റ്റന്റ് ഒന്നെങ്കിൽ അതിനെ കൂളം കോൺസ്റ്റന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. അതെന്താണ്? ഈ ഇക്വേഷനിലെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയാണ് കെ എന്നുള്ളത്. ഇത്രയാണ് കൂളംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ two charges is directly proportional to the product of the charges and is inversely proportional to the square of the distance between the two charges. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ചാർജുകൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് വാക്വത്തിലാണ്. ഇത് വാക്വത്തിൽ വെക്കുമ്പോൾ ഈ കോൺസ്റ്റന്റിന് ഒരു വാല്യൂവും, ഇതേ ചാർജ് നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ വെക്കുമ്പോൾ വേറൊരു വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ എന്താണെന്നാണ് പറയുന്നത്? അപ്പോൾ ഈ കെ എന്നുള്ളതിൻ്റെ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് ഒരുപാട് കാലത്തെ പരീക്ഷണങ്ങൾക്കൊടുവിൽ അവർക്ക് കിട്ടിയ ഒരു റിലേഷനാണ്. ദാറ്റ് ഈസ് കെ ഈസ് ഈക്വൽ ടു 1/4π. ഇത് വായിക്കുക എപ്സിലോൺ എന്നാണ്. എന്താണ് വായിക്കുക? എപ്സിലോൺ. ഗ്രീക്ക് ലെറ്ററാണ് എപ്സിലോൺ. ഇത് 0 താഴെ എഴുതിയത് കൊണ്ട് എപ്സിലോൺ 0 എന്നതിനെ വായിക്കും. സോ കെ ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, ഇതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം. വാല്യൂ ഇതാണ്, എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 8.8542 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ N⁻⁻1 m⁻⁻2. 8.8542 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ N⁻⁻1 m⁻⁻2. ഈ എപ്സിലോൺ 0 എന്ന് എഴുതിയ ഈ ടേമിനെ പറയുന്ന പേരാണ്, ഇറ്റ് ഈസ് കോൾഡ് ദ പെർമിറ്റിവിറ്റി. ഇറ്റ് ഈസ് കോൾഡ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എന്താണ് പെർമിറ്റിവിറ്റി? അതാണ് ഞാൻ ഇനി പറയുന്നത്. ഒരു ഇലക്ട്രിക് ചാർജ് മുഖേന ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിനെ വാക്വത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില പ്രതിരോധങ്ങൾ നേരിടും. അത് മീഡിയത്തിലാണെങ്കിലും അതിനൊരു ചെറിയ പ്രതിരോധം നേരിടും. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഒരു ഇലക്ട്രിക് ഫീൽഡിന് ഒരു മീഡിയത്തിലൂടെ കടന്നു പോകാനുള്ള അതിൻ്റെ കഴിവിനെ സൂചിപ്പിക്കുന്ന, ഒരു ഇലക്ട്രിക് ഫീൽഡിന് ഒരു പർട്ടിക്കുലർ മീഡിയത്തിലൂടെ കടന്നു പോകാനുള്ള അതിൻ്റെ കഴിവിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് എന്ത്? പെർമിറ്റിവിറ്റി. അങ്ങനെയാണെങ്കിൽ വാക്വത്തിലൂടെ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടേം ഏതാണ്? എപ്സിലോൺ 0 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 8.8542 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ N⁻⁻1 m⁻⁻2. ഇത് നിങ്ങൾ വാല്യൂ കാണാതെ പഠിച്ചു വെക്കണം. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എഫ് ഈസ് ഈക്വൽ ടു കെക്ക് പകരം എന്ത് കൊടുക്കാം? 1/, കാരണം ചാർജ് എവിടെയാണ് ഇരിക്കുന്നത്? വാക്വത്തിലാണ്. സോ എനിക്കതിങ്ങനെ എഴുതാം, 1/4π എപ്സിലോൺ 0 ഇൻറ്റു Q1 ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ R². ഇവിടെ എപ്സിലോൺ 0ൻ്റെ വാല്യൂ എത്രയാണ്? 8.8542 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ N⁻⁻1 m⁻⁻2. ഇത്രയും നമുക്ക് കിട്ടി. ഇനി ഈ ടോട്ടൽ വാല്യൂ, ഈ എപ്സിലോൺ 0 നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കെക്ക് കിട്ടാവുന്ന വാല്യൂ കൂടി നമുക്ക് പറഞ്ഞു തരാം. അതായത് 1/4π എപ്സിലോൺ 0ൻ്റെ വാല്യൂ. എപ്സിലോൺ 0ൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഉള്ള ടേം 1/4 ഇൻറ്റു π ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ നമുക്ക് ഇതാണ് കിട്ടുക, 9 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ m² കൂളം ⁻⁻2. ഇതാണ് ഇതിൻ്റെ യൂണിറ്റ് വരിക. 9 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ m² കൂളം ⁻⁻2 എന്നുള്ളതാണ് എന്ത്? 1/4π എപ്സിലോൺ 0ൻ്റെ വാല്യൂ. 9 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ m² കൂളം ⁻⁻2 എന്നുള്ളതാണ് 1/4π എപ്സിലോൺ 0ൻ്റെ വാല്യൂ. ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് വാക്വത്തിൽ 2 ചാർജുകൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, ഐദർ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. അതിനെ ഇക്വേഷൻ കുളൂംസ് ലോയിലൂടെ പറയുകയാണ്. എന്താണ് ഇക്വേഷൻ? 1/4π എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡഡ് ബൈ R². നൗ വി ആർ പ്ലേസിങ് ദിസ് ചാർജ് ഇൻ എ മീഡിയം. ഇപ്പോൾ നമ്മൾ നിലവിൽ വെച്ചിരിക്കുന്നത് വാക്വത്തിലാണ്.
ഇനി നമ്മൾ അടുത്തത് ഇതേ ചാർജിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളൊരു മീഡിയത്തിലേക്ക് ഈ ചാർജിനെ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ എന്താണ് മാറ്റം വരിക എന്നാണ് നമ്മളത് നോക്കുന്നത്. എന്ത് ചേഞ്ചാണ് ഇവിടെ ഉണ്ടാകുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ഇതേ ചാർജിന് 2 ചാർജുകൾ നമ്മളൊരു മീഡിയത്തിൽ പ്ലേസ് ചെയ്തു. അപ്പോഴും ഇക്വേഷൻ എന്ത് തന്നെയാണ്? എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R². അതിലൊന്നും വ്യത്യാസമില്ല. പക്ഷേ കെ എന്നുള്ള വാല്യൂ എന്താണ്? കെ ഒരു കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ കൂളം കോൺസ്റ്റൻ്റ്. അതിൻ്റെ വാല്യൂ എന്താണ്? കെ ഈസ് ഈക്വൽ ടു 1/4π. നമ്മൾ സാധാരണ വാക്യൂം ആവുന്ന സമയത്ത് എപ്സിലോൺ 0 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇത് മീഡിയം ആയതുകൊണ്ട് നമ്മളിവിടെ എപ്സിലോൺ എന്നാണ് പറയുള്ളൂ. കാരണം ഇത് മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ്. ഏതാണോ നമ്മൾ എടുക്കുന്ന മീഡിയം, ഏത് മീഡിയമാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ പെർമിറ്റിവിറ്റിയാണ് ഇത് എപ്സിലോൺ. ഇഫ് യു ആർ ടേക്കിംഗ് വാക്യൂം ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എപ്സിലോൺ 0. അപ്പോൾ 1/4π എപ്സിലോൺ എന്നായി. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? എഫ് ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ എന്താ വരിക? 1/4π എപ്സിലോൺ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R². If you are placing the charges in a medium, the equation is replaced by epsilon. Now we are going to the term that is relative permittivity. Relative permittivity. എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിനെ ആസ്പദമായി ഒരു ടേമിനോട് കമ്പയർ ചെയ്തിട്ട് മറ്റൊരു ടേമിനെ പറയുമ്പോഴാണ് റിലേറ്റീവ് എന്ന് പറയുക. What is relative permittivity? Relative permittivity is denoted as epsilon r. Relative permittivity epsilon r എന്നുള്ള ടേം മുഖേനയാണ് നമ്മൾ പറയുക. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ഡിവൈഡഡ് ബൈ ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എന്ന് പറഞ്ഞാൽ ഏതാണോ മീഡിയം ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ വാക്വത്തിൻ്റെ പെർമിറ്റിവിറ്റിയോട് കാണുന്ന റേഷ്യോ, ആ റേഷ്യോന് പറയുന്ന പേരാണെന്ത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇതിന് യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ലാത്തൊരു കോൺസ്റ്റൻ്റാണത്. യൂണിറ്റും ഡയമെൻഷനും ഉണ്ടാവില്ല, കാരണം യൂണിറ്റ് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഇല്ലാത്ത ഡയമെൻഷൻ ഇല്ലാത്തൊരു കോൺസ്റ്റൻ്റാണ് ഇത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അങ്ങനെയാണെങ്കിൽ എപ്സിലോണിൻ്റെ ഇക്വേഷൻ എങ്ങനെ നമുക്ക് ഇന്ന് കിട്ടുക? എപ്സിലോൺ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് എ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഈസ് ഈക്വൽ ടു ദ പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം ഇൻറ്റു റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ. എപ്സിലോൺ 0 എന്നുള്ളത് പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം ഇൻറ്റു റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇനി വാട്ട് ഈസ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ? അത് നിങ്ങൾ പഠിച്ചു വെക്കണം. വാക്വത്തിനെയും എയറിനെയും നമ്മൾ വാക്യൂം എന്ന് എഴുതുന്നിടത്ത് നമ്മൾ എയറും സാധാരണ എഴുതാറുണ്ട്. ചില ബുക്കുകളിൽ ഇവിടെ വാക്യൂം എന്ന് എഴുതുന്നതിന് പകരം എയർ എന്ന് എഴുതാറുണ്ട്. അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറയുന്നത്. സോ ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ. എയറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എങ്ങനെ കാണാം? എന്താണ് ഇക്വേഷൻ? എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0. നമ്മളിത് വാല്യൂ ചെയ്ത് നോക്കുമ്പോൾ 1.002 എന്നാണ് അപ്രോക്സിമേറ്റ്ലി കിട്ടുക. 1.002 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഈസ് 1. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഈസ് 1. ഇറ്റ് മീൻസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0. എപ്പോഴാണ് ഇത് 1 ആവുക? എപ്സിലോൺ 0 ഈക്വൽ ആകുമ്പോഴാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താവുക? 1 ആവുക. അങ്ങനെയാണെങ്കിൽ എയറിൻ്റെ കേസിലുള്ള ഈ ഇക്വേഷൻ ഏത് തന്നെയായിരിക്കും? വാക്വത്തിൻ്റെ കേസിലുള്ള സെയിം ഇക്വേഷൻ ആയിരിക്കും. എയറിൻ്റെ കേസ് എയർ എന്നുള്ളൊരു കേസ് എടുക്കുക. എയറിൻ്റെ കേസിലുള്ള സെയിം ആ ഇക്വേഷൻ ഏതിൻ്റെ തന്നെ ആയിരിക്കും? വാക്വത്തിൻ്റെ ആയിരിക്കും. കാരണം എയറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എത്രയാണ്? 1 ആണ്. അപ്പോൾ എയറിൻ്റെ കേസിൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എയറിൻ്റെ കേസിലുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സിൻ്റെ എഫ് എയർ ഈസ് ഈക്വൽ ടു 1/4π. എപ്സിലോണിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് കൊടുത്തൂടെ? 1/4π എപ്സിലോൺ ഇൻറ്റു Q1 Q2 ബൈ R². എന്താണ് എപ്സിലോൺ? എപ്സിലോൺ നമുക്കറിയാം. എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ആണ്. അപ്പോൾ എഫ് എയർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എഫ് എയർ ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇനി എയറിൻ്റെ കേസിൽ എപ്സിലോൺ ആർ എത്രയാണ്? ഇറ്റ് ഈസ് 1. സോ ഈ ഇക്വേഷനിൽ എപ്സിലോൺ ആർ പോവും. അപ്പോൾ എന്താ ഇക്വേഷൻ? എഫ് എയർ ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇത് ഏതിൻ്റെ ഇക്വേഷൻ തന്നെയാണ്? ഇത് വാക്വത്തിൻ്റെ കേസിൽ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച സെയിം ഇക്വേഷൻ തന്നെയാണ് എയറിന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കുകളിൽ വാക്വം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എയർ എന്ന് എഴുതിയിട്ടുണ്ടാവും.
അത് സെയിം തന്നെ വരിക, കാരണം റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. ഇനി ഇതേ കേസ് നമുക്ക് മീഡിയത്തിൻ്റെ എഴുതാം. ഇതേപോലത്തെ ഒരു ഇക്വേഷൻ നമുക്ക് മീഡിയത്തിൻ്റെ ഒന്ന് എഴുതി നോക്കാം. ഇനി എഫ് മീഡിയം, ഏതോ മീഡിയം, എന്ത് മീഡിയമെങ്കിലും ആയിക്കോട്ടെ, ദാറ്റ് ഈസ് എഫ് മീഡിയം ഈസ് ഈക്വൽ ടു 1/4πε ഇൻറ്റു Q1 ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ R². ഇതിൽ നമുക്ക് എപ്സിലോൺ എത്രയാണെന്നാണ്, എപ്സിലോൺ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വേഷനിൽ എപ്സിലോണിന് പകരം എന്ത് നമുക്ക് കൊടുക്കാം? എഫ് മീഡിയം ഈസ് ഈക്വൽ ടു 1/4π, എപ്സിലോണിന് പകരം എന്ത് കൊടുക്കാം? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ R ഇൻറ്റു ബാക്കി എന്ത് തന്നെയാണ്? Q1 Q2 ബൈ R². അതായത് നമ്മൾ രണ്ട് ചാർജുകൾ ആദ്യം എയർ എന്നുള്ള എയറിൽ വെച്ചു, രണ്ട് ചാർജുകൾ നമ്മൾ എയറിൽ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എയറിൽ വെക്കുന്ന സമയത്തുള്ളതിൻ്റെ ഇക്വേഷൻ ഇവിടെ കിട്ടി. അതേ ചാർജുകൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു മീഡിയത്തിൽ പ്ലേസ് ചെയ്തു. മീഡിയത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് ഇവിടെ ഞാൻ എഴുതുന്നത്. സോ എഫ് മീഡിയം ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു എപ്സിലോൺ R ഇൻറ്റു Q1 Q2 ബൈ R². എനിക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. നൗ ഇവിടെ സ്റ്റെപ്പ് നോക്കുക. ഇത് ഈ ഇക്വേഷന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഈ ഇക്വേഷന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഞാൻ ചെയ്യുന്നതാണ്, ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് എഫ് എയർ ബൈ എഫ് മീഡിയം. എഫ് എയർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എഫ് വാക്വം തന്നെയാണ്. എഫ് എയർ ബൈ എഫ് മീഡിയം ഈസ് ഈക്വൽ ടു എന്താണ് വരിക? എഫ് എയറിൻ്റെ ഇക്വേഷൻ എഴുതാം. 1/4πε0 Q1 Q2 ബൈ R² ഡിവൈഡഡ് ബൈ 1/4πε0 ഇൻറ്റു എപ്സിലോൺ R ഇൻറ്റു Q1 Q2 ബൈ R². ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് പോവും? 1/4π എപ്സിലോൺ 0 Q1 Q2 R². ഇനി ആരാണ് ബാക്കിയുള്ളത് ഇവിടെ? 1/1/എപ്സിലോൺ R മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. 1/1/എപ്സിലോൺ R എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ എടുക്കാം. എങ്ങനെ എടുക്കാം? ഇറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ R. ഇപ്പം എന്ത് കിട്ടി? എഫ് എയർ ബൈ എഫ് മീഡിയം, ഇവിടെ എഴുതാം എഫ് എയർ ഡിവൈഡഡ് ബൈ എഫ് മീഡിയം ഈസ് ഈക്വൽ ടു എപ്സിലോൺ R എന്ന് കിട്ടി. എന്തായിരുന്നു എപ്സിലോൺ R? ഇറ്റ് ഈസ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ നമുക്ക് എങ്ങനെയും ഡിഫൈൻ ചെയ്യാം? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് പ്ലേസ്ഡ് ഇൻ വാക്വം ഓർ എയർ ടു ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ചാർജസ് പ്ലേസ്ഡ് ഇൻ എ സെപ്പറേറ്റ് മീഡിയം. ആ ചാർജ് വാക്വത്തിൽ വെക്കുന്ന സമയത്തുള്ള ഫോഴ്സിനെ അത് മീഡിയത്തിൽ വെക്കുന്ന സമയത്തുള്ള ഫോഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണെന്ത്? എപ്സിലോൺ R. ഈ എപ്സിലോൺ Rനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു. ഇനി നമ്മളൊരു പുതിയ ടേം കൂടി അതിനൊരു പേര് കൂടി നൽകുകയാണ്. ഇതിന് പറയുന്ന മറ്റൊരു പേരുണ്ട്. ഒന്നെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും, ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലൊക്കെ വളരെ ഏറെ ഉപയോഗിക്കുന്നൊരു ടേമാണ്. കപ്പാസിറ്ററിനകത്ത് ഫില്ല് ചെയ്യുന്ന മെറ്റീരിയൽ ഡൈ ഇലക്ട്രിക് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ എന്താണ് ഡൈ ഇലക്ട്രിക് നമുക്ക് ആ കേസിൽ മനസ്സിലാവും. പക്ഷേ ഇവിടെ നമ്മൾ പറയുകയാണ് എപ്സിലോൺ Rനുള്ള മറ്റൊരു പേരാണെന്ത്? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ എന്താണ് കൂളംസ് ലോ വളരെ വ്യക്തമായി പറഞ്ഞു. കുറച്ച് പുതിയ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് അധികം ടേംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതിൻ്റെ വാല്യൂ പഠിച്ചു വെക്കണം. കൂടാതെ ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞു, എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു, അത് സോൾവ് ചെയ്തു. എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു തന്നു. ലാസ്റ്റ് ഒരു ടേം എന്താണ്? അത് തന്നെയാണ് എന്ത്? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ SM ഫിസിക്സ് ഓൺലൈനിൻ്റെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.